എന്താണ് വിശേഷങ്ങൾ? കൂടൽ മൂവിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല വിശേഷം. കൂടൽ മൂവി എന്ന് പറയുന്നത് ശരിക്കും ഒരു ക്യാമ്പിംഗ് വൈബാണ്. ഇതെനിക്ക് മലയാളത്തിൽ അങ്ങനെ ക്യാമ്പിങ്ങിനെ ബേസ് ചെയ്തൊരു മൂവിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ട്രിപ്പ് മോഡിലാണുള്ളത്. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കറങ്ങി മണ്ണാർക്കാട്, അട്ടപ്പാടി, കോയമ്പത്തൂർ, പിന്നെ എവിടെ നമ്മൾ പോയത്? മലയാറ്റൂർ. ഇങ്ങനെ ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് വന്നോണ്ടിരിക്കുക. അപ്പോൾ അതേ ഒരു ട്രിപ്പ് മോഡിലാണ് എല്ലാവരും. ശരിക്കും ഒരു ട്രിപ്പിലാണ്. അതെ അതെ അതെ, ട്രാവലിംഗ് ഇങ്ങനെ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ഡയറക്ടേഴ്സ് ആണെങ്കിലും രണ്ടുപേരും ഡയറക്ടേഴ്സ്, ഷാഫിക്കയും ഷാനുക്കയും, അവർ ഫ്രണ്ട്ഷിപ്പ് ബേസ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ അവരും എല്ലാവരും ഇവിടെ അങ്ങനെ ഒരു സിനിമ ലൊക്കേഷൻ നമുക്ക് അങ്ങനെ തോന്നില്ല. ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ തന്നെയാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാണ്, ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പം നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട്, ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അതേ വൈബിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇതിനു മുമ്പ് ചെയ്ത മൂവീസ് മുൻപ് മലയാളത്തിലെ 19-ാം നൂറ്റാണ്ട്, പിന്നെ ബൂമറാങ് ഷൈൻ ചേട്ടൻ്റെ കൂടെ, പിന്നെ പാളയം ബി സി രാഹുൽ മാധവേട്ടൻ്റെ കൂടെ ചെയ്തു. പിന്നെ ഇപ്പോൾ 916 കുഞ്ഞുട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി പക്രു ചേട്ടനും ടിനി ചേട്ടനും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് മന്ത് റിലീസുണ്ട്. ഇതാണ് പുതിയ വിശേഷം. പിന്നെ തമിഴും തെലുങ്കും 2 മൂവി ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആണ്. എന്നാലും അതിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് വല്ലാത്തൊരു വേറൊരു ഫീൽ തന്നെയാണ്. അവിടെയുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ, എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. പഠിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ കോളേജ് ടൈമിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടാവുമല്ലോ? ട്രിപ്പ് പോവാറുണ്ട്. പക്ഷെ ഇവിടെ ആ ഒരു വൈബല്ല. ഇവിടെ ഭയങ്കര വേറൊരു ത്രില്ലിംഗ് ആണ്. ശരിക്കും എന്തെങ്കിലും ആകാംക്ഷ നിറഞ്ഞതുണ്ടോ ഈ ഒരു മൂവിയിൽ ആളുകൾക്ക് കാണാനായിട്ട്? കാത്തിരുന്ന് കാണാല്ലേ, വിട്ട് പറയാൻ പറ്റില്ലല്ലോ.